നിങ്ങളെ കഴിഞ്ഞ ജൂണിൽ സ്കൂൾ നോക്കുമ്പോൾ കുട്ടിയൊക്കെ പഠിച്ച് ബുക്കും ചോദിച്ചു മാത്രം ബാഗൊക്കെ വാങ്ങിപ്പോയത് 5 പൈസ തന്നിട്ടില്ല. ഞാനത് വാങ്ങിച്ചിട്ട് പറഞ്ഞിട്ടില്ല മോനെ. നിങ്ങളൊക്കെ കിട്ടിയ പൈസ മുഴുവൻ നോട്ട് എടുത്തല്ലേ നമ്മൾ കുട്ടിയുടെ തക്കര ചോറ് വെച്ച് കണ്ട് നാളെ പൈസ തരിക. ഞാൻ നാളെ പേരേട് ആയിക്കോട്ടെ. ഞാൻ പഞ്ചായത്ത് ചോറ് വെക്കണ്ടി കായേ കിട്ടുമ്പോഴേ തരാൻ പറ്റുള്ളൂ. കായല്ലാതെ അനക്കിയാന്തല്ല എലിയും പത്തൊന്നും പറിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ലോട്ടറി എടുത്തോ. ആയിക്കോട്ടെ കിട്ടട്ടെ. കിട്ടുമ്പോ അടുത്ത് വരും. ഈ ചിന്ത പേടിപ്പിച്ചൊന്നും വേണ്ട കേട്ടോ. പോയേക്കാം. പെണ്ണുണ്ടിട്ട് കൊറേ കാലമല്ലോ. എന്റെ സ്വഭാവങ്ങളൊക്കെ അറിയില്ലട്ടോ. സ്വഭാവം വാങ്ങിച്ചു മോളെ കല്യാണം കുടിക്കലും കഴിഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റൊന്ന് കൊണ്ടുപോകുന്നില്ല. കായല്ലേ പൈസക്ക് പൈസല്ലേ ഇത് കിട്ടാൻ പോയത്. അത് ആദ്യം മതി കേട്ടോ. ഇന്നെ പേടിപ്പിച്ചണ്ട. എന്താണ് പൈസ കിട്ടാനില്ല. കായ് കിട്ടാനില്ല. അത്തിക്കണക്കിന് ലോട്ടറി തങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ. അതിന് പകുതി വഴി അറ്റ കാര്യം കടന്നിട്ടാണ്. 5 മണി വരെയൊക്കെ ആര് ഞാൻ ഇവിടെ നാട്ടിൽ നിന്നൊന്നും പോണില്ല. ഓന്റെ ഒരു 5 മണി ഇന്നല്ലപ്പോ കൈകളി. സംസോ ഞാൻ കുറച്ച് പൈസ വേണ്ടല്ലോ. ഒരു മുടിഞ്ഞ മുടിയാടും ഇടപാട്. നിങ്ങൾ ആ പൈസ അല്ല സ്കൂൾ വെക്കാനായിട്ട് സ്കൂൾ വെക്കാനായിട്ട് കുട്ടികളുടെ ബാഗും ചുറ്റുപാടും ഒക്കെ ഇവിടെ റെഡിയാണ്. ഞാൻ അതൊക്കെ ഇട്ടാൽ വിലയ്ക്ക് വരാൻ വെച്ചാൽ പൈസ ഇന്ന് വരും നാളെ പോകും. ഇതൊന്നും ആരും മത്സ്യമൊന്നും കൊണ്ടുപോയില്ലല്ലോ. ആ പൈസ സാധനം ഞാൻ അത് എത്തിച്ചില്ല. ഞാനേ എന്താ ചെറിയ ഒരു കണക്ക് ബുക്കില് വരും നാളെ പോകും. നിങ്ങൾക്കാണ് ബാക്കിയുള്ള പേര് കൂടി വേണ്ടേ? നിങ്ങളാകും ഒന്നായിട്ട് ഞാണ്ട് വരുന്നില്ല. നിങ്ങളെ പൈസക്ക് ആണ്ട് വരൂ. പിന്നെ സമീറേ ഒരു കുറ്റി സർവത്തൊക്കെ എടുത്ത നമ്മളെ കോയക്കാക്ക് ഞാനേ നക്കിയൊരു കണക്കുണ്ടല്ലോ. അതൊന്നും കേട്ട് എടുത്തോ. തമാശ പറയാൻ വെച്ചാൽ ഇപ്പൊ മത്സ്യം പറ്റാനും കൂടെ ഉണ്ടോ? പോയിക്കോളിയോ പണത്തിന്റെ മീൻ പരിന്തും പറക്കൂല നേരാണല്ലേ.